പിന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ നിന്ന് ഷംസുദ്ദീൻ പാലത്ത് എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ഈ തസ്കിയത്ത് ക്ലാസുകളിൽ അദ്ദേഹം ആ ഖുർആന്റെയും സുന്നത്തിന്റെയും വീക്ഷണത്തിൽ അവർ പറഞ്ഞ അഭിപ്രായങ്ങൾ അദ്ദേഹം എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അത് ഖുർആനും സുന്നത്തിനും വിരുദ്ധമാണ് എന്നും അത് വ്യക്തമായി നമുക്ക് തെളിവില്ലാത്തതാണ് എന്നും മനസ്സിലായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിളിച്ചു ജമിയത്തുൽ ഉലമ. എന്നിട്ട് പണ്ഡിതോധമായി ചർച്ച ചെയ്തു. വളരെ വ്യക്തമായ വിചിന്തനത്തിൽ തന്നെ അത് കൊടുക്കുകയും ചെയ്തു. നിങ്ങൾ കണ്ടോളൂ, വിചിന്തനത്തിൽ തന്നെ ജിന്ന് പിശാച് വിശദീകരണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കാണുന്നത്. ഇതാണ് മാന്യത ഒരു പ്രസ്ഥാനത്തിൻ്റെത്. തെറ്റിൽ കടിച്ചു തൂങ്ങി നിൽക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം ഞങ്ങളുടെ ലക്ഷ്യം ആഖിറമാണ്, പരലോകമാണ്. അഥവാ വല്ല അബദ്ധവും വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതാണ്, ഒരു പ്രശ്നവുമില്ല. പിന്നെ മാത്രമല്ല, ഇസ്ലാം മാസികയിൽ അദ്ദേഹം തുറന്നെഴുതി. അതിന്റെ പുറമെ അദ്ദേഹം ഇറക്കിയ CD, ആ CD ഉണ്ടായിരുന്നു മുഖ്യശത്രു എന്ന CD, അത് പിൻവലിച്ചു, ഇറക്കൽ നിർത്തി. അതിനും പുറമെ ഭാഷണത്തിൽ പോലും, അതേപോലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദിയിൽ ഏതെങ്കിലും ഇസ്ലാഹി പ്രഭാഷകരുടെ ഒരു പ്രഭാഷണത്തിലും ഞാനിതുവരെ ഇസ്ലാം ജിന്നിനോട് സഹായിക്കണമെന്ന് പറഞ്ഞത് കേട്ടിട്ടില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ശുദ്ധം നുണയാണ്. പിന്നെ എന്താ ഉണ്ടായത് നിങ്ങൾക്കറിയാമോ? പിന്നെ മനുഷ്യർക്ക് അള്ളാഹു സംരക്ഷണത്തിന് വേണ്ടി ചില ഏർപ്പാട്, ഇപ്പൊ അള്ളാഹിനെ വിട്ട് ജിന്നെന്ന് അവർ പറഞ്ഞത്. എന്റെ സംസാരം ഇവർ പ്രചരിപ്പിക്കുന്ന നേരത്ത് തന്നെ കാണാൻ സാധിക്കുമെന്ന്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജിന്നുകളുടെ സപ്പോർട്ട് നമുക്കുണ്ടായാൽ നല്ലതാണെന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് അള്ളാഹു നമ്മളെ സംരക്ഷിക്കാൻ ഒരുപാട് ഏർപ്പാടുണ്ട്. ആ കൂട്ടത്തിൽ ജിന്നുകളും നമ്മെ അപകടങ്ങളിൽ നിന്നും അതേപോലെ തന്നെ ക്ഷുദ്രജീവികളിൽ നിന്നുമൊക്കെ രക്ഷിക്കും എന്നുള്ള നിലക്കുള്ള ഒരു പരാമർശം നടത്തിപ്പോയിട്ടുണ്ട്. അതെനിക്ക് സംഭവിച്ച ഒരു അബദ്ധമാണ്. ഇനിയും അവർ വീണ്ടും പണ്ട് ആ ജിന്നിന്റെ സപ്പോർട്ട് വേണമെന്ന കേസറ്റുമായിട്ട് നടന്നാൽ പരലോകത്ത് അവർ ആ കേസറ്റുമായിട്ട് വരേണ്ടി വരുമെന്നേ പറയാനുള്ളൂ. പരസ്യമായിട്ടല്ലേ നമ്മൾ ആ കേസറ്റ്, പരലോകത്ത് അവര് അതുമായി വരേണ്ടി വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് അവസാനിപ്പിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി സഹോദരങ്ങൾ, ഒരു പ്രസ്ഥാനം ഇതിലപ്പുറം സമൂഹത്തോടും പടച്ചതമ്പുരാന്റെ ദീനിനോടും പുലർത്തിയ മാന്യത ഇതിലപ്പുറം എന്താ ഉള്ളത്? ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ടോ? ഇല്ല. പ്രമാണത്തിൽ ഉറച്ചു നിന്ന് അതിന് വിപരീതമായി പറഞ്ഞവരെ പുറത്താക്കി, അതേപോലെ തന്നെ ഈ രൂപത്തിൽ വന്നത്, ഈ രൂപത്തിൽ ചെറിയ അബദ്ധങ്ങൾ വന്നത് തിരുത്തിച്ചു, അതെല്ലാം കൃത്യമായി മാപ്പ് പറഞ്ഞു, അങ്ങനെ പിൻവലിക്കേണ്ടത് പിൻവലിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരാൾ തൗബ ചെയ്ത് മടങ്ങിയ CD-യുമായി മടവൂരി ഭാഗം ചുറ്റലൂടിയിട്ട് കാലം കുറെ, തീവ്രസുന്നികളായ AP സുന്നികൾ കുറെ കാലായി. എല്ലാരും കൂടി കൊണ്ടുപോയിട്ട് കുപ്പിന്ന് ആ ചവറ് വാരിയിട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് കക്കി വെക്കാണ് കക്കുംപടി. അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? തിരുത്തിയ വിഷയം പിന്നെയും കൊണ്ടെടുക്കുക എന്നുള്ളത് ശരിയാ? ഇല്ല. അപ്പൊ തൗബ ചെയ്താൽ, തിരുത്തിയാൽ അതിന്റെ മാനദണ്ഡം എന്താ? അതിന് ഇസ്ലാമിന്റെ വിധി എന്താ? ഞാൻ പറയണ്ട, പേരോട് പറയട്ടെ. അതുകൊണ്ട് പറയുന്നില്ല. പിന്നെയോ EK മുസ്ലിയാർ ഒരു കാലത്ത് ചെറിയ പ്രസംഗകനായിരുന്ന എന്നെ വിളിച്ച് നീ സുന്നത്തിമാത്തിന്റെ കാര്യം അവിടെയൊക്കെ പറയുന്നതായിട്ട് സന്തോഷമുണ്ടെന്ന് നാസീർ വിളിച്ച ആളാണ്. എന്നാൽ അതേ EK മുസ്ലിയാർ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ എന്റെ ജോലി കൊണ്ട് ഞാൻ കേട്ടു, അവനിപ്പോ വഹാബികൾക്കെതിരെ ഒരു റെഡിമെയ്ഡ് പ്രസംഗം കൊണ്ട് നടക്കുകയാണ് എന്ന് മുജാഹിദിനെതിരെ പ്രസംഗിക്കുന്നതിനെതിരായി EKയുടെ നാവിൽ എന്ന് പറഞ്ഞ വാക്ക് എന്റെ കാതുകൊണ്ട് ഞാൻ നേരിൽ കേട്ടത് എനിക്കിന്നും ഓർമ്മയുണ്ട്. മുജാഹിദിനെതിരെ പ്രസംഗിക്കുന്ന കംപ്ലൈന്റ് പറഞ്ഞത്. അങ്ങനെ EKക്ക് എന്തോ ഒരു മനമാറ്റമുണ്ടായി. അവസാനം EK അതിൽ തൗബ ചെയ്തിട്ടുണ്ട്. അതാണ് നേരത്തെ ഇവിടെ മുസ്ലിയാർ പറഞ്ഞത്. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകണം. അദ്ദേഹത്തെ നമ്മെ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൊടുക്കുമാറാകണം. ആരെങ്കിലും ഒരാള് തൗബ ചെയ്താൽ തെറ്റില്ലാത്തവരെ പോലെയാണെന്ന് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് EK മുസ്ലിയാരുടെ കുറ്റവും കുറവുമെന്നും ആരും പറയരുതെന്നും താലിബിങ്ങളോട് ഞാൻ പറയുകയാണ്. അദ്ദേഹം അതിൽ അവസാനം EK അതിൽ തൗബ ചെയ്തിട്ടുണ്ട്. അതാണ് നേരത്തെ ഇവിടെ മുസ്ലിയാർ പറഞ്ഞത്. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകണം. അദ്ദേഹത്തെ നമ്മെ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൊടുക്കുമാറാകണം. ആരെങ്കിലും ഒരാള് തൗബ ചെയ്താൽ തെറ്റില്ലാത്തവരെ പോലെയാണെന്ന് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് EK മുസ്ലിയാരുടെ കുറ്റവും കുറവുമെന്നും ആരും പറയരുത്. മടങ്ങിയ EKനെ പോലും ആരും മുത്താലിമികളോ ഒന്നും പറയരുത്. ആ EKനെ പറ്റി ഇവർ ഇഷ്ടം പോലെ പറഞ്ഞിരിക്കേണ്ടത് വേറെ വിഷയം. പക്ഷെ മൂപ്പര് അതിന്റെ ഹുക്കുമ് പറഞ്ഞു. എന്ത്? നബി പറഞ്ഞിട്ടുണ്ട്, തൗബ ചെയ്ത് മടങ്ങിയ പിന്നെ പ്രസവിച്ചു വീണ കുട്ടിയെ പോലെയാണ്, ശുദ്ധിയാണ്. അതുകൊണ്ട് ആ കുറ്റം കുറവും ഞാൻ പറഞ്ഞെടുക്കരുത്. അപ്പൊ ഇതൊരു ഭാഗത്തിന് മാത്ര ഇതല്ലോ ആണോ? സഹോദരങ്ങളെ, ഇത് മുജാഹിദ് പ്രസ്ഥാനം മാന്യമായി ഇത് ഈ വിഷയത്തിന്റെ പ്രാമാണിക ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. ആ പ്രസംഗങ്ങൾക്കിടയിൽ പണ്ഡിതന്മാർക്ക് വന്ന അബദ്ധങ്ങൾ തിരുത്തി, എന്നിട്ടത് പണ്ഡിതോചമായി തീരുമാനമെടുത്തത് പ്രസിദ്ധീകരിച്ചു. അങ്ങനെ CD പിൻവലിച്ചു. അവര് നേർക്ക് നേരെ വന്ന് മാപ്പ് പറഞ്ഞു. ഇതൊക്കെ ചെയ്തിട്ടും അങ്ങനെ തിരുത്തിയ വിഷയങ്ങൾ വീണ്ടും വീണ്ടും കൊണ്ട് നടക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടെ ഛർദ്ദിക്കുന്നത് ശരിയല്ല സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത് എന്താന്ന് ചോദിച്ചാൽ, പണ്ടൊരാള് പറഞ്ഞൊരു കഥയാണ്. എന്താ? വൃഷ്ണം വീങ്ങിയ ഒരാളൊരു കഥ പറയാറുണ്ട്. വൃഷ്ണം വീങ്ങിയ ഒരു അസുഖം എന്ന് പറഞ്ഞാൽ അത് വല്ലാതെ ഒരു കാണാൻ തന്നെ പ്രയാസമുള്ള അസുഖമാണ്. അപ്പോ ഒരാളുടെ വൃഷ്ണം ഇങ്ങനെ വീങ്ങി, അതായിട്ട് മൂപ്പര് ആളുകൾ കൂടുന്നിടത്തൊക്കെ വരും, ഇതിങ്ങനെ പൊന്തിച്ച് കാണിച്ചു കൊടുക്കും, ബസ്സിൽ കയറുന്നത് കാണിച്ചു കൊടുക്കും. ആളുകൾ ഇത് കാണുന്ന പിന്നെ
ഇടങ്ങേറുകൊണ്ടും ഇതിന്റെ ബുദ്ധിമുട്ടുകൊണ്ടും എന്ത് ചെയ്യും, വേഗം വേഗം പൈസ കൊടുക്കും, നല്ല വരുമാനം. അങ്ങനെ നിൽക്കുമ്പോ ബസ്സിൽ നിന്ന് ഒരാൾ പറഞ്ഞു, സഹോദര ഇത് ചികിത്സ ഉണ്ടല്ലോ, ചികിത്സിച്ചാ മാറുമല്ലോ. മാറുന്നു, അതിനൊരുപാട് പൈസ ചെലവല്ലേ, അതൊന്നും ഇപ്പൊ നടക്കൂല, എന്റെ അടുത്ത് അത്ര സാമ്പത്തികമല്ല. ഒരു പ്രശ്നമില്ല, ഇതിന്റെ വീട്ടിൽ വന്നാൽ മതി, നമുക്ക് ഒരുമിച്ച് പോകാം ഹോസ്പിറ്റലിൽ, ഫുൾ ചെലവ് ഞാൻ എടുത്തോളാം. അപ്പൊ അയാൾ ചോദിച്ചത് ചെയ്താൽ മാറുമോ ചോദിച്ചു. മാറുന്നു. പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കാൻ? ഇത് ഓപ്പറേഷൻ ചെയ്ത് മാറിയ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കാൻ എന്ന പോലെയാണ് ഇവിടെയുള്ള മടവൂർ വിഭാഗവും, അതേപോലെ തന്നെയുള്ള കാരന്തൂർ വിഭാഗവും, അതേപോലെ തന്നെ EK വിഭാഗവും. 3 പേരുടെയും ജീവവായുവാണ്. എന്താ ആശയദാരിദ്ര്യം? കയ്യിൽ ഇസ്ലാമിക സ്ഥാനത്തെ പ്രമാണപരമായി അടിക്കാനൊന്നുമില്ല. അപ്പം കിട്ടിയ മടവൂരികളിലെ ആ രൂപത്തിലുള്ള CD മാറ്റി ഇറങ്ങി നോക്കുക എന്ന്